ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇടിച്ചക്ക കൊണ്ട് ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു മസാലക്കറിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു കറിയാണ്. ഈ ഇടിച്ചക്ക മുറിച്ചെടുക്കണം. ഇടിച്ചക്ക ഇതുപോലെ മുറിച്ചെടുത്ത് അതിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞ് കയ്യിൽ കറ പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി. ഇടിച്ചക്ക മുറിച്ച് കത്തിയിലുള്ള കറ കളയാൻ കത്തി ഒന്ന് ചൂടാക്കിയാൽ കത്തിയിലുള്ള വെളിഞ്ഞെറെല്ലാം പോയി കിട്ടും. പിന്നെ ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അധികം ചെറിയ കഷ്ണങ്ങളാക്കണ്ട, ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. ഇതിൻ്റെ തൊലി കളഞ്ഞ് ഈ മുകളിലെ ഭാഗം മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള കറികളെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് മുകളിലെ ഭാഗം കളയേണ്ട. തോരൻ വെക്കുന്ന സമയത്ത് മാത്രം അത് മുറിച്ച് കളഞ്ഞാൽ മതി. അത് തോരൻ വെക്കുന്ന സമയത്ത് തോരൻ ഉലർന്ന് കിട്ടൂല, അതുകൊണ്ടാണ് അത് മുറിച്ച് കളയുന്നത്. ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ചക്ക നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടും. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 2 ഏലക്കായ തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്ത് സ്റ്റാറിൻ്റെ 2-3 കഷ്ണം, ജാതിപത്രി കുറച്ച്, ഗ്രാമ്പു 2-3 എണ്ണം, ഒരു കഷ്ണം പട്ടയും ചേർത്ത് ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ 3 പിടി ചേർത്ത് കൊടുക്കാം. 3 പിടി ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. എണ്ണ ചേർക്കാണ്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. ചെറിയ തീയിലിട്ട് വറുത്തെടുത്താൽ മതി, നല്ല ഗോൾഡൻ കളറായി കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ തണ്ടും കൂടെ ഇതിലിട്ട് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും, കുറച്ചും കൂടുതൽ മണം കിട്ടും. ഇലയും ഈ തണ്ടും അടക്കം ഇട്ട് കൊടുത്താൽ. ഇനി ഇത് ഒരു ഗോൾഡൻ കളറാകുന്നവരെ വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇത് തേങ്ങ നല്ലപോലെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരുംജീരകം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. ഇനി ഇത് തണുത്ത ശേഷം ഒരു മിക്സി ജാറിലിട്ട് നൈസായി അരച്ചെടുക്കണം. ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി മുറിച്ചതും, ഒരു സവാള ചെറുതായി മുറിച്ചതും, 2 പച്ചമുളകും ചേർത്ത് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കറി എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതിന് ഉപ്പും എരിവൊക്കെ നോക്കി അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇതിൽ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടുന്ന സമയത്ത് ഒരു സവാള ചെറുതായി മുറിച്ചതും 4-5 അല്ലി വെളുത്തുള്ളിയും ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് സവാളയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരണം. സവാളയും വെളുത്തുള്ളിയും മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ താളിക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ കറി നല്ല ഭംഗിയുണ്ടാവും, കാണാൻ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചക്കയിൽ മസാലയൊക്കെ പിടിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കാം.
ഇതുപോലെ അടച്ചു വെച്ചാൽ ഇതിൻ്റെ വറവിൻ്റെ മണം ഒക്കെ കറിയിലേക്ക് ഇറങ്ങി കിട്ടും. നല്ല രുചിയുള്ള ഇടിച്ചക്ക ചിക്കൻ കറി ടേസ്റ്റുള്ള മസാലക്കറി റെഡിയായി. താങ്ക് യു.